2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് ചരിത്രപ്രസിദ്ധമായ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിലിറങ്ങുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്ന ബഹുമതി കൂടിയുണ്ട് നമ്മുടെ ISROയ്ക്ക്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിലെ ഈ മഹത്തായ നേട്ടത്തെ ആദരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങൾ, ദൗത്യങ്ങൾ, ഭാവിയിലെ ലക്ഷ്യങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുകയും സ്റ്റെം മേഖലയിൽ യുവാക്കളെ പ്രചോദിപ്പിക്കുക, ബഹിരാകാശ പര്യവേഷണത്തെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ഉദ്ദേശം. ആഗോളതലത്തിൽ ഏപ്രിൽ 12 അന്താരാഷ്ട്ര മനുഷ്യ ബഹിരാകാശ പറക്കൽ ദിനമായി ആചരിക്കുമ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 4 മുതൽ 10 വരെ ലോക ബഹിരാകാശ വാരവും ആഘോഷിക്കുന്നു. 1957 ഒക്ടോബർ 4 ആദ്യ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഇത് പ്രഖ്യാപിച്ചത്. ISROയുടെ ചരിത്രത്തിലേക്ക് ഒന്നെത്തി നോക്കിയാൽ ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിന് ശക്തമായ അടിത്തറ പാകിയത് ഡോക്ടർ വിക്രം സാരാഭായി ആണ്. അദ്ദേഹത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 1919 ഓഗസ്റ്റ് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു ധനിക ജൈന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ഉപരിപഠനങ്ങൾക്ക് ശേഷം ഫിസിക്സ് പ്രൊഫസറായും ഡയറക്ടറായും അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ഇന്ത്യയിലെ അണുശക്തി കമ്മീഷനിൽ അദ്ദേഹം നിയമിതനായി. ഉപഗ്രഹ വിക്ഷേപണത്തിൽ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാട്ടി. ബഹിരാകാശ ഗവേഷണത്തെ വെറും ശൂന്യാകാശ യാത്രകളാക്കി വഴിതിരിച്ചു വിടാതെ വാർത്താവിനിമയത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ഉപയോഗപ്രദമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ശില്പി ഇദ്ദേഹമാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് നാമകരണം ചെയ്തു. മലയാളിയും പ്രശസ്ത നർത്തകിയുമായ മൃളാളിനി സാരാഭായിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ISROയുടെ പഴയ പേര് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നായിരുന്നു. 1962 ഡോക്ടർ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ് ഇത് സ്ഥാപിച്ചത്. 1969 ഓഗസ്റ്റ് 15 ഇത് പുനഃസംഘടിപ്പിച്ച് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റി. 1972 ISROയെ പുതുതായി രൂപീകരിച്ച ബഹിരാകാശ വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നു. 1975 സോവിയറ്റ് റോക്കറ്റിന്റെ സഹായത്തോടെ ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ചതോടെയാണ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമായത്. 2020 ഇന്ത്യ സ്വകാര്യ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ചു. ഇന്ത്യൻ സ്പേസ് പോളിസി 2023 ബഹിരാകാശ മേഖലയിലെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള സ്വകാര്യ പങ്കാളിത്തം കൂടുതൽ വിപുലീകരിച്ചു. സംയുക്ത ഗവേഷണങ്ങളുമായും 5 ബഹുമുഖ സംഘടനകളുമായും 300-ലധികം ബഹിരാകാശ സഹകരണ കരാറുകളിലും ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രപേടകമായിരുന്നു ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നും PSLV C-11 റോക്കറ്റ് ഉപയോഗിച്ച് ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 1ന്റെ ഈ ചരിത്ര ദൗത്യത്തിൽ ചന്ദ്രോപരിതലത്തിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യവും ഹൈഡ്രോക്സിലും കണ്ടെത്തി. എന്നാൽ 2009 ഓഗസ്റ്റ് 29 ആശയവിനിമയം നഷ്ടപ്പെട്ടു. 2019 ജൂലൈ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു. വിക്രം ലാൻഡർ, പ്രഗ്വാൻ റോവർ എന്നീ ഓർബിറ്റുകൾ ഉപയോഗിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം പര്യവേക്ഷണം ചെയ്യുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ലാൻഡർ ഇറങ്ങുമ്പോൾ ക്രഷ് ലാൻഡ് ചെയ്തെങ്കിലും ഓർബിറ്റ് പ്രവർത്തനക്ഷമമായി തീരുകയും സുപ്രധാനമായ ശാസ്ത്രീയ ഗവേഷണം തുടരുകയും ചെയ്യുന്നു. ചന്ദ്രനെ വലം വയ്ക്കുന്ന GSLV Mk3 റോക്കറ്റ് ഉപരിതല ധാതുക്കളുടെ മാപ്പ് തയ്യാറാക്കുകയും ചന്ദ്രന്റെ ചലനാത്മകത പഠിക്കുകയും ചെയ്യുന്നു. ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ ബഹിരാകാശ നേട്ടങ്ങളിൽ ഒന്നാണ്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി.
വിക്രം ലാൻഡറിന്റെ ലാൻഡിങ്ങിന് ശേഷം പ്രഗ്വാൻ റോവർ വിജയകരമായി വിന്യസിച്ചു. പ്രഗ്വാൻ റോവറിലെ ഉപകരണങ്ങൾ നടത്തിയ നേരിട്ടുള്ള മൂലക വിശകലനത്തിലൂടെ ചന്ദ്ര ഉപരിതലത്തിൽ സൾഫർ സാന്നിധ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ പ്രധാന ബഹിരാകാശ ദൗത്യങ്ങളിൽ ചന്ദ്രഗ്രഹ പരിവേഷണം, സൗരപഠനം, ജ്യോതിശാസ്ത്രം, നാവിഗേഷൻ, മനുഷ്യ ബഹിരാകാശ യാത്ര, ഡോക്കിംഗ്, ഭൂനിരീക്ഷണം, ഭാവിയിലെ ബഹിരാകാശ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. സൂര്യനെ പറ്റി പഠിക്കുന്ന ആദിത്യ L1ഉം ഗഗൻയാനും ശുക്രയാനും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനുമൊക്കെയായി ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പ് തുടരുകയാണ്. ദേശീയ ബഹിരാകാശ ദിനം കേവലം ഒരു വാർഷിക ആചരണമല്ല, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലും ബഹിരാകാശ നേട്ടങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നുള്ള ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനവുമാണ്.